സ്വിച്ച് ഓഫ് ആവണം.
എഴുതാൻ നല്ലതായിട്ട് അറിയാം. ഡ്രൈവറൂടെ പുറകോട്ട് വരുമല്ലോ. ഞാനൊരു പാട്ട് പാടാം, പാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇതുവരെ പോയില്ല.
പാടിക്കൊണ്ടിരിക്കുന്നത്. എന്തോ മുഴുവൻ ഇറക്കണം കേട്ടോ. അവരുടെ ബാറ്ററി പോയി. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഉണ്ണിയപ്പ ഏറ്റുപോയി. ആയാണോ എന്നും എന്റെ ബാലകേ
ഡിസ്ക്വാളിഫൈ -2 അവിടെ ഞാനോ ഇതിന്റെ കംപ്ലൈന്റ് പിന്നെ ആരും നോക്കും? കോൺവേ ചോദിക്കുമ്പോ പറയണമല്ലോ, അതുവഴി ഒക്കെ പോയിട്ടുണ്ടെന്ന്. പല പല സ്റ്റേറ്റിൽ ആഡ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റിന്റെ പടമുള്ള അവിടെ നമുക്ക് അതിന് 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ലിറ്റിൽ റോക്കിൽ വരും. ഇവിടെ ക്രിക്കറ്റ് ഒരു വലിയ മ്യൂസിയമുണ്ട്. നമ്മൾ ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ നേരെ കാൻസറിലോട്ട് കയറുക, മിസോറിലോട്ട് കയറുക. വലിക്കുന്നുണ്ട് കേട്ടോ, വലിക്കുന്നുണ്ട് വണ്ടി. അല്ല അർക്കൻസസ് മിസോറിലോട്ട് കയറുക. മിസോറി നല്ല സ്റ്റേറ്റാണ്. ഒരാഴ്ച അവിടെ പോയി താമസിച്ചു. റബ്ബർ വെച്ചായിരുന്നു. നല്ല പ്ലാവ് ആഞ്ഞിലി വെച്ചാൽ പോലും ആദായമായിരുന്നു.
പോരുന്ന കല്ല മറ്റേ പൊട്ടിക്കിന്റെ ആവശ്യം. വേറായിട്ട് കല്ല് അതെ അതെ പൊടിഞ്ഞിക്ക് പോരും. ആ പൊടിഞ്ഞു പോരും. മറ്റേ നമ്മുടെ നാട്ടിലെ കരിക്കറ്റൊക്കെ ഹാർഡ് റോക്ക് ആകുമ്പോഴേ എല്ലാം ഡൈനാമിറ്റ് വെച്ചേ പൊട്ടിക്കാൻ പറ്റുള്ളൂ.
എൻ്റെ ഏത് കാലാണ് എടുക്കണ്ടേ? അടി വരുന്നു. പക്ഷേ രക്ഷപ്പെടാൻ വേറെ ഒത്തിരി മാർഗങ്ങളുണ്ട്. കളരിയുടെ കൂടെ തന്നെയാണ് ഒത്തിരി മർമ്മസ്ഥാനങ്ങളുണ്ട്. ഓട്ടം അറിയൊക്കെ ചെയ്യാം. കാണിച്ചാൽ പിന്നെ കാരണം എന്റെ ഒത്തിരി മർമ്മസ്ഥാനം പിടിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാൻ ചെരുപ്പിട്ടിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ കാല് ഫ്രീ ആണെങ്കിൽ അത് മടക്കി വെച്ചേക്കാം. ആയിക്കോട്ടെ. റെഡി? 1 2 3. സ്മൈൽ പ്ലീസ്. അത്ര പേർത്തുള്ളേ. ഹലോ. ഇതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ. ഹായ്, എൻ്റെ പേര് ലിസി.
ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ നിന്ന് കുറച്ച് പേര് കൂടി ഒരു 50 ആൾക്കാർ കൂടി ബ്രാൻസണിലോട്ട് ഒരു ടൂർ വന്നതാണ്. അപ്പം അതൊരു CSI ചർച്ചിൻ്റെ വകയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അതിനകത്ത് വന്നു. അതിനകത്ത് ഞങ്ങൾ ഹ്യൂസ്റ്റൺ വോയിസിലെ സെന്നി മാത്യു കണ്ടുമുട്ടി. അപ്പം ഞാൻ ഇതിനകത്ത് എൻ്റെ ബസ്സിനകത്ത് വെച്ച് ഇങ്ങനെ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഞങ്ങളൊരു കുറച്ച് പേര് ന്യൂ മെമ്പേഴ്സായിരുന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിലും കൂടെ പറയാൻ വേണ്ടി ആണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഹ്യൂസ്റ്റണിൽ എന്ന് വെച്ചാൽ നമുക്ക് അമേരിക്കയിൽ തന്നെ ആദ്യമായിട്ടൊരു കളരി പഠിപ്പിക്കുന്ന ഒരു സ്ഥലം ഹ്യൂസ്റ്റണിൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് അത് തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. ഞങ്ങളൊക്കെ അതിനകത്ത് മെമ്പേഴ്സാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പ്രായഭേദം ഇല്ലാണ്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ അത് തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രൈ ചെയ്താൽ, നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ അതിന് ശ്രമിച്ചാൽ നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കളരി തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ബസ്സിനകത്ത് വെച്ച് സംസാരിച്ചത്. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഷോ വരുന്നുണ്ട് ആദ്യമായിട്ട് 2025 October 5th. അപ്പം ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് ഓതിരം 2025 എന്നാണ്. അതിൻ്റെ ഒരു കിക്ക് ഓഫ് ആയിരുന്നു ഈ കഴിഞ്ഞ ഫ്രൈഡേ. ഞങ്ങൾക്ക് 11-ാം തീയതി ഇവിടെ വെച്ച് ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ എല്ലാവർക്കും ചേരാവുന്നതാണ്. നമ്മുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി, നമുക്ക് മുട്ടിന് വേദന ഇല്ലാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പ്രായം കഴിയുമ്പോൾ അതൊക്കെ സ്റ്റിഫാവുന്ന ഒരു സമയം വരും. അപ്പം അതിനകത്ത് നിന്നൊക്കെ നമുക്കൊന്ന് വേർതിരിച്ച് കുറച്ചും കൂടെ ലൈഫ് മെച്ചപ്പെട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഓതിരം 2025 എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഇതിനകത്ത് ടിക്കറ്റ് വളരെ ചീപ്പാണ്. പിന്നെ ഞങ്ങൾ പലവിധ പരിപാടികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 2 hour എൻ്റർടൈനിങ് ആണ്. റിയലി എൻ്റർടൈനിങ് ആയിരിക്കും. അതിൻ്റെ ഞങ്ങളുടെ ആശാൻ എന്ന് പറഞ്ഞാൽ, ഗുരു എന്ന് പറഞ്ഞാൽ രാജീവ് നാരായണൻ എന്നാണ് പുള്ളിക്കാരുടെ പേര്. പുള്ളി താമസിക്കുന്നത് CNL ആണ്. എല്ലാവരും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു കളരിയിലേക്ക്. ആർക്ക് വേണേലും ജോയിൻ ചെയ്യാം. സോ ഹി വാസ് കൈൻഡ് ഓഫ് ലൈക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ കുറേ പേർക്ക്. പിന്നെ പുള്ളിക്കാരൻ മാർഷൽ ആർട്സിലും നല്ല പ്രഗത്ഭനായ ഒരാളാണ്. ഞങ്ങൾക്ക് 3 ദിവസത്തെ ക്ലാസ്സാണ്. മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ടോട്ടലി കരാട്ടയാണ് പഠിപ്പിക്കുന്നത്. മൺഡേ, വെനസ്ഡേ അത് കൺവീനിയൻ്റ് ആയിട്ടൊരു ടൈമാണ്. 7 to 9 നമുക്ക് വർക്ക് കഴിഞ്ഞ് വരാനുള്ള സമയമുണ്ട്. വൈകുന്നേരമാണ്. പിന്നെ 7 to 9 കംപ്ലീറ്റ് നിന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour വന്ന് നിന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ രാജീവ് നാരായണൻ ഇസ് ദ ഫസ്റ്റ് കളരി ആശാൻ ഇൻ വി ക്യാൻ സേ ഇൻ US. ഹ്യൂസ്റ്റണിലാണ് അത് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനം കൊള്ളാം. താങ്ക് യു സോ മച്ച്. ചേച്ചി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് 2 വാക്കൂടെ, ചേച്ചിയുടെ പേരെന്താണ്, നാട് എവിടെയാണ്, ഈ കളരിയിലെ ഏതൊക്കെ പ്രായത്തിലുള്ള ആൾക്കാർ വരും, ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാമോ? എൻ്റെ പേര് ലിസി. ഞാൻ ആക്ച്വലി ഫ്രം കണ്ണൂരാണ്. കളരിയിൽ ഞങ്ങൾ ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓൾമോസ്റ്റ് 50 ഏജിലുള്ള ആൾക്കാരുമായിട്ടാണ്. ഒരു 6-7 പേര് കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം നമുക്ക് കുറച്ച് യങ്സ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നല്ല പിള്ളേർ, നന്നായിട്ട് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പിള്ളേരാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. എന്ന് വെച്ചാൽ നമുക്ക് ശാരീരികമായിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളില്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനവന് പറ്റുന്നത് പോലെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് അത് നമുക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. ചേച്ചിയുടെ ടെലിഫോൺ നമ്പർ ഡിസ്ക്ലോസ് ചെയ്യാവുന്ന ഒരു നമ്പറോ അല്ലെങ്കിൽ അഡ്രസ്സോ ഒന്ന് പറയാമോ? പേര് ലിസി. നമ്പർ 8323737872. കളരിയുടെ പേര് ദിവാൻ കളരി എന്നാണ്. ലൊക്കേഷൻ ഈസ് ഇൻ ദ കാർട്ട്റൈറ്റ്. by the Stafford Stafford. Okay. In the Montessori school. Okay. Thank you. ചേച്ചി, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ കളരിയിലോട്ട് അട്രാക്ട് ചെയ്തത്? ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം തൊട്ടേ കുറച്ചൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. പിന്നെ ഇത് ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് വണ്ണം വെച്ചു. അതിനകത്ത് എന്താ വേണ്ടി ഡെയിലി വർക്കൗട്ട് ചെയ്യായിരുന്നു. ആ വർക്കൗട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജിക്ക് ഇങ്ങനെ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ രാജി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡിഫൻസ് മെക്കാനിക്സ് ഇതൊക്കെ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് ആകാൻ പറ്റിയത് ഒരു 2018-19 അപ്പോൾ 19 കോവിഡ് വന്നപ്പോൾ അത് നിന്നുപോയി. അങ്ങനെയാണ് ഇതിനകത്തോട്ട് വരുന്നത്. താങ്ക് യു.
നിങ്ങളിപ്പോൾ എത്ര പേരുണ്ടാവും അതിൻ്റെ അകത്ത്? ഞങ്ങളിപ്പോൾ ഒരു 20-25 ആൾക്കാർ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഹിസ്റ്ററി വോയിസിനോട് സഹകരിക്കാൻ ഒത്തിരി സന്തോഷം. താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ പിന്നീട് ചോദിച്ചറിയാം. ഓക്കെ, താങ്ക് യു. Those papers you were handed, look on the front side of it. That's the name of a real Titanic passenger. At the end of the tour, you'll find out if they had a safe journey. Hey, if you have a cell phone, they ask you to turn them on silent or vibrate. You can listen with earphones or read along. It's simple to use, but it's not required to enjoy your visit. The password to activate the tour is Captain_Smith. If you forget all that, there's a sign at the ticket counter. All right, those of you that have your tickets, get them out, open them up, because it's on your phone. Now's the time to hunt for it. Those of you that still need to purchase, you'll make a quick stop in the lobby. Good luck and welcome aboard. Folks just getting into the line, turn your phones on silent or vibrate. Don't take pictures until the second. കൊടുക്കാം കൂടെ ഞാനിവിടെ ചെയ്തോ. ഇതൊന്ന് മടക്കി. Last before last before last. Can you just tell your name? My name. Why? Oh, I'm just from where you come from? Yeah, hi, I'm Neelima. We are from Bentonville, Arkansas. How long you are in America? It's been 10 years. Okay. We are here in, but we actually moved to Bentonville, but actually we are from St. Louis, Missouri. Right. So you belong to which state? We are from Telangana. 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 Oh, okay. Which place exactly? The town, biggest town near? She is from Manchurial. I'm from Warangal. Warangal. Okay, okay. So you all studied engineering or something else? Yeah, we did our masters here in the University of New Haven. You came here for studies. Yes. Okay. So how long you are settled actually? After studies? It took us like almost 8 years. Yeah, we have. Is the current situation with the Trump any difficulty facing something? No. No comments on the political. Thank you. If you want something related to the students or how the life is. Yeah. So is this the first place coming or you are? We have been to many places. This is the near one where we are staying. Okay. So which is the best attraction you seen in America? In United States, Niagara Falls. Obviously Niagara Falls. And second comes all the beach places. San Diego, you have Florida. Yeah. What is the next destination? We are next destination is White Sands, New Mexico. How often you go for this vacation? Oftenly. Not very often, but depends on the situations, Yeah. That's fine. How this weekend came up? This one was just her birthday. Actually, I had my birthday like last week. Happy birthday. Thank just you. a weekend. Shiny, just come 1 second. ഫോട്ടോ എടുക്കണ്ടാത്തവർ പോലും ഫോട്ടോ എടുപ്പിക്കുന്നുണ്ടോ?
Wow, what a place, what a beautiful place. Yeah. No surprise if there is no butterfly here. Let's go. Thank you. ഇതിൻ്റെ അകത്താണോ ബട്ടർഫ്ലൈ ഉള്ളത്? ഓ, നിങ്ങൾക്ക് ഇവിടെ എന്നാ പണി? എന്താ വിൽക്കാൻ നിൽക്കുന്നത്? കച്ചവടമാണ്. എല്ലാം ഏട്ട തന്നെയാണ് വിൽക്കുന്നത്. അച്ഛൻ കണ്ടോ ബട്ടർഫ്ലൈ? കണ്ടില്ല. അങ്ങോട്ട് പോകാൻ അതിലൂടെ ഇതെന്തോ പരിപാടി ഇവിടെ? നമ്മുടെ ആളുകളെല്ലാം പോയതുകൊണ്ട് ഇവിടെ വന്നു. ഇത് കുടിക്കാനുള്ളതാ കേട്ടോ. അനുസരണമുള്ളവർക്ക് പറ്റുന്നത് അതുവഴിയാ പോകേണ്ടത് കേട്ടോ. ഇത് ഇറങ്ങി വരുന്ന വഴിയാണ്. ഓ, അങ്ങോട്ടാ പോകേണ്ടത്. ഇവിടെ ഇങ്ങോട്ട് വിടുന്നില്ല. ഓക്കെ. അച്ഛൻ ഇങ്ങോട്ട് പോകണ്ടെന്ന്, അങ്ങോട്ടാ പോകേണ്ടത്. അതുവഴി കയറിയാ ഇവിടെ ഇറങ്ങുന്നു. അവിടെ വേറൊരാൾ ഓട്ടോ അവർ 3 പേര് ഒന്നിച്ച് ആയിരിക്കും. ഇത് പള്ളിക്കാരെ തല്ലുകൊള്ളിക്കുന്ന പരിപാടിയാണല്ലോ. പള്ളിക്കാരെ തല്ലുകൊള്ളിക്കുക. എന്നാ പറ്റിയ കൊച്ചമ്മ? അവിടെ ഒന്നും ഇല്ല കൊച്ചമ്മ? അതെത്ര? അതാ അവർ പറഞ്ഞു ഒന്നിനും പിടിക്കില്ലെന്ന്. ഞാനിരിക്കുന്നിടത്ത് ആ പുള്ളിക്ക് വെള്ളിയാഴ്ച കയറിയിരുന്നേ ഇന്ന് രാവിലെ. അല്ല, സെക്കൻഡ് ഡേ മുതൽ നമുക്ക് എവിടെയും ഇരിക്കാം. മനസ്സിലായില്ലേ? അതിൻ്റെ അകത്ത് എന്തോ സർക്കസ് ആയിരുന്നു. ഇരുട്ടത്. അതെ, അതൊരു സൂപ്പറാ. Oh.
Oh. Come on in so I can shut my door. All right. Excuse me. We ask that you grab one of those flowers per person, but just keep an eye on where your stuff and you guys are good to go. ഓ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഇത് തേനീച്ചയാണോ? അല്ലല്ല ബട്ടർഫ്ലൈ. ആരാണ് ബട്ടർഫ്ലൈ കെട്ടുമെന്ന് പറഞ്ഞത്? ഇത് കാണാൻ വരിക. രണ്ടും അടിയിട്ടുണ്ട്. Hi. Oh yeah. Oh. How many came all together? 3, 5. You like this? Oh, what is the name of this fly? This one name is Otter. Oh, okay. Is this Titanic? Okay. What's your name, ma'am? Sir. Your name? Oh, I'm Amy. You're from Missouri? Oh, no, sir. Sir, is it okay to ask what's your name? Yeah, it is staying there for a long time. You got it? You have seen a fly? Not it? Yeah, oh baby, flying. Oh baby, flying. Oh, how cute. All right, Amy, come on, let's go. Let's see what else we can see. Oh no, fly, see fly. Oh, fly. Oh, Evelyn, don't touch them, remember? This one's oh, I see he's gonna get it. Okay. Is he like stuck to it? Oh, you got Andy. Wow. തന്നെ ലിസിൻ്റെ കയ്യിലോട്ട് വന്നിരുന്നത്. Oh, മേനക സംഗീത. Can I take a picture, sir? Is it the first time coming here, sir? No, I've been here. We live here. We've been here a lot. Oh, okay. So you brought some new Yeah, guests? they're from St. Louis. St. Louis. Okay. That's their first time here. Oh, okay.
Wow, multiple. How many? 3, 4, 5. Oh, you got one? Oh, that's awesome. Yeah. Yeah. So you want to say something about your experience here? Do what? Can you share some experience here? How they make it or... No, I don't know anything about it. You might talk to them over there. Okay. How they make it. Thank you, sir. Oh, Sanija. Oh, this is a variety one. ഈ ഫ്ലവർ എവിടെ നിന്ന് കിട്ടിയതാ? Yeah. There you go. Catch. Oh, you got one. Okay, no problem. Thank you. Oh, love. Yeah. Oh, it came flying. Oh, gone. But, okay. Oh, came. എവിടെ? വലിയ ബട്ടർഫ്ലൈ വെട്ടം അങ്ങോട്ടായി പോകും. അയ്യാ, ഓ പോയി. പക്ഷെ അതിനകത്ത് കിട്ടത്തില്ല. നല്ലായിരുന്നു അല്ലേ? അതിന്റെ പിക്ചർ എടുത്തോ? Oh, Lali, that's awesome. This is worth. On your back of your head. Go. Okay. Good too. We're trying to. പക്ഷെ ഇത്രയും ഇങ്ങനെയുള്ളത് കണ്ടിട്ടില്ല. ഇല്ല. പണ്ടത് കണ്ടത്തിലൊക്കെ വല്ലതും ചിലപ്പോൾ. സാറേ, ഇത് 1 മണിക്കൂറായല്ലോ ഇങ്ങനെ വെറുതെ നിൽക്കുന്നു. Don't do that. There we go. Okay. Okay. Big left. അതങ്ങ് പോയി. ഏതായാലും മാമച്ചൻ കൂടെ വന്നു. ഇന്നത്തെ ബട്ടർഫ്ലൈ ഇല്ലാത്ത
അടുത്ത് വന്നപ്പോഴേ അത് പറന്നു പോയി. Do you want to say 2 lines? How fascinated you are with this butterfly? I just think the blue is the prettiest one. I love it. Is it the first time coming here? No. No. I think I'm about 3 or 4 years ago. Oh, okay. So this is the second. Are you taking care of the butterflies? Sorry? Are you taking care of the butterflies? No. I am also a visitor. They're beautiful. Yes. This is a lot more in here than it was 3 years ago. Mm. And they're really active. And that's Yeah. what they said this is the right time. Mm. Thank you. Is it okay to take a picture? Do you want to say about this place? It's neat. It's a fun atmosphere. You belongs to Missouri or somewhere else? I'm from Missouri. I'm kind of bilingual. You? I'm from Illinois. Illinois? Yep. Oh, okay. Oh, really? This one's a year old. This is Evelyn. And this is You are from Missouri? we're from Arkansas. He's from Tennessee. How you look this place now? How do we find the place? Yeah, I know. Means how it is. Oh, yeah, we like it. You like it? Kids like it. They're up there. Oh, okay. Yeah, it's really awesome. Yeah. Where else you been? The Titanic and went to the aquarium last night. So we just got here last night. Where will be next destination? I don't know. We're gonna ride the train tomorrow. Train. Oh. Scenic train. Oh, okay. Yeah. How far they go? No, it's a 2 hour. Ah, oh, okay. Thank you. Well, what is the rate cost for it? Sorry. What is the cost for that train? Or It's probably like $60 a person. you came with group or you came with the family only? We came with a group. It's our not a group. I'm sorry, our family, but 2 families together. How many people all together? 9 people. 9 people. So you all drove? We drove, yes. Okay. From How about Tennessee, you? we came from Houston. We are part of a church group, elderly people of church, Houston. So we have a 3-day trip. Yeah. Yesterday we started early morning, and today all together in Branson, and tomorrow we'll be back. Okay. And it's the bus outside. Yeah. And basically speaking, we all are Indians, but migrated to America. Some people 40 years ago, 50 years ago, 20, 10, like that. So it's a group, mixture of. Yeah, they all worked here. Yeah. What is your church? We have a church, Church of England. You know, we have a Methodist form of Methodist church. Methodist, yeah. Yeah, Methodist church, Protestant group. Yeah. But we follow what we follow in India. Okay. Same itinerary, same thing. Oh, wow. Well, that's really cool. Thank you. Your name? Tyler. Christine. And you? Me, Seni. Sini. Nice oil industry in Houston. Oh, okay. Yeah. Where Sugarland or something? Do you know which company? I don't know which company. Yeah, but we yeah, Houston is oil place. yeah, exactly. And our children, siblings, they might be working over there. Yeah. Thank you. Yeah. What is your line of profession, sir? What's my line of work? Yeah, line of work. I manage a facility. Facility. Yeah, data center. Okay. Yeah. And you work? I'm a nurse practitioner.
NP. Okay. Yes, Thank you. my sister. We're brother sister. Oh, okay. Very nice. Oh, nice to meet you. Son. Nice, bro. Yeah, they all are from our. Oh group, yeah, all the kids up there. Yeah, yeah. Oh, wait. Yeah, wait. Hold. Lally, come. And Do you want your picture with all them? yeah. Yes, please. Oh, you like? Yours came back on I know. Yeah. Can you stay together with your mom? Yeah. Yeah, all together. Coming. Hello, look here. Oh. They're eating bananas. Oh, no flying? Okay. But one came on, but okay. Oh, okay. On my Oh, just go away. Okay. Do you want to sing a song for butterfly? Yes, go ahead. I see a big blue one, so it can play on. Oh, okay. Can you sing 2 lines, something? Do you sing? Yep. We got them from He's been with me for 20 minutes. Oh my gosh. Can you tell your name, sir? Kyle. Your name, maybe? Micaiah and Brittany. You from Missouri? No, we're from Oklahoma. Oklahoma. Oh, okay. How many days trip here in Bryan? Today's our first day. How long you will be here? A week. Where would be going? Where else would be going? Where else? We're gonna do Sodor City, Reza, and the Disney. Train? What? That train? Yeah. Scenic train? Train, yeah. Oh, okay. Thank you. അച്ഛാ വെള്ളം കിട്ടിയോ? അച്ഛാ വെള്ളം കിട്ടിയോ? Oh, wow. Excuse me. Baby, you are crying? No. You are happy? You are crying or you are laughing? If you're looking to exit, go on this other side, please.
ഓ എന്നാ പറയുക, എല്ലാം പറന്നു പോയെന്നെ. പോയാ ഓ ടു. ഓ കൊച്ചമ്മയ്ക്ക് പറഞ്ഞോണ്ട്. ഓ ദാറ്റ്സ് സോലം. വന്നില്ലല്ലേ? ഇതിന്റെ അകത്ത് എന്താ ലിക്വിഡ് അല്ലേ? ബ്യൂട്ടിഫുൾ. ഇത് കൊള്ളാം അല്ലേ ചോ? ഹലോ എന്നത്തെ ഇവിടെ കുടിക്കാനൊന്നും കാണത്തില്ല. ഹലോ സർ, ഹൗ വാസ് ദിസ് പ്ലേസ്? I don't know. Okay, thank you. You are selling something? Are you selling something? No. Oh, okay. You came to see this? Yeah, I'm with my wife. Oh, okay. So, did you go through? No. No? You didn't see inside? No, she's been here so far. Oh, okay, thank you. You from Missouri? Are you from Missouri? Missouri. Oh, okay. How far you live here? Joplin. Okay. How far it is? 50 miles? It's about 70. 70. What was your line of work? My line of work, I was a bakery manager. Bakery, huh? How many years you worked? About 30. Now you retired? Yeah. Okay. You have Medicare? Medicare. Insurance? No. No? Okay. Your children are settled? Your children are settled? Your children settled? Your children working? Yeah. Okay. They take care of you? Yeah. Okay. Hi. Your name? Okay. You like this place? Yeah, it's nice. Okay. So is it the first time coming here? Okay. How did you know this place? It's been here as long as I can remember. Yeah. So you suggest someone to come here and see? Okay. What is the biggest attraction? What was the biggest attraction you found here? Everything. So fantastic. Yeah. Oh, thank you. Do you sing? Huh? Do you sing? Can you sing 2 lines? No. No? Okay. You sing? No, I don't think. Okay, thank you. എങ്ങനെയുണ്ടായിരുന്നു ചേ? നല്ലായിരുന്നു, വളരെ നല്ലായിരുന്നു, എൻജോയബിൾ ആയിരുന്നു. ഏതായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ബട്ടർഫ്ലൈ. താങ്ക് യു. ഇത് കണ്ടിട്ട് ക്രേസ് ആയിട്ട് തോന്നിയോ? മീൻസ് they did it marvelous. Good job. Thank you. ആൻറ്റി എങ്ങനെ ഉണ്ടായിരുന്നു ആൻറ്റി ഈ ബട്ടർഫ്ലൈയുടെ സ്ഥലം? Oh, I really enjoyed. നല്ലായിരുന്നു. What was the biggest നല്ല Yes, experience. The natural butterfly, അവരുടെ കൾച്ചർ ചെയ്യുന്നതും ഇപ്പോൾ എല്ലാം അവർ ഗ്രോ ചെയ്യുന്നതും നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് അട്രാക്ട് ചെയ്ത് they attracted to honey. വളരെ ഫണ്ണായിരുന്നു. I really enjoyed it. Thank you. ഇങ്ങനെയുള്ള വല്ലതും കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ? ഹ്യൂസ്റ്റണിലുണ്ട്. ബട്ടർഫ്ലൈ മ്യൂസിയം ഉണ്ട്. എന്നിട്ടും സ്റ്റിൽ ഇറ്റ്സ് എ ഫ്രഷ് തിങ്. ഓക്കെ, താങ്ക് യു. അജയ്, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ സ്ഥലം? ഫണ്ടാസ്റ്റിക്. എന്തായിരുന്നു ഏറ്റവും നല്ല അട്രാക്ഷൻ? ആണല്ലേ. ആദ്യത്തെ ആ മിറർ പാലസിൻ്റെ അകത്ത് എന്തോ ഉണ്ടായിരുന്നു? മിറർ പാലസിനകത്ത് ആക്ച്വലി ഞങ്ങൾ കയറാൻ ശ്രമിച്ചു, പക്ഷേ മിററെല്ലാം കൂടെ കണ്ടപ്പോൾ തന്നെ തിരിച്ചിറങ്ങി പോകുന്നു.
വിനു എന്നാ പറയുന്നത്? ഭയങ്കരമാണോ ആണല്ലേ, മിററിന്റെ പറയാതിരിക്കാനൊക്കത്തില്ല. ആണല്ലേ, കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ. ബട്ടർഫ്ലൈ സൂപ്പർ ആണല്ലേ. എൻ്റെ അടുത്ത് 4 ബട്ടർഫ്ലൈ വരെ വന്നു. ആണല്ലേ, ഇങ്ങനെ ഇത്രയും പക്കികളും അടുത്ത് വന്നിട്ടില്ലല്ലേ? വന്നിട്ടില്ല, പണ്ട് പോലും ഇത്രയും വന്നിട്ടില്ല. എത്തിക്കര പക്കി ഇത് കേട്ടിട്ടേ ഉള്ളല്ലേ? സൂപ്പർ. ചേച്ചി എന്നാ പറയുന്നില്ല? ആണല്ലേ, അറിയാൻ മേലായിരുന്നു. എല്ലാരും മോളിൽ നോക്കി നടക്കുക. ബട്ടർഫ്ലൈയെ കാണാനാണ് മേളോട്ട് നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴാ സംഗതിക്ക് യാത്രക്കാരാണ് നമ്മളെല്ലാരും. നമ്മുടെ വണ്ടിയുടെ പേര് ഐഷറെന്നോ ബെൻസെന്നോ ഒന്നുമല്ല. ജീവിതയാത്രയിലുള്ള സമയമാവ് രഥത്തിലാണ് നമ്മളൊക്കെ യാത്ര ചെയ്തത്. സമയത്തിന്റെ രഥത്തിൽ ഇങ്ങനെ മുന്നോട്ട് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഈ മുന്നോട്ട് പോകുന്നതോറും നമുക്ക് നമ്മുടെ ചിന്തിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞത് പ്രായം കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ മുതിർന്നവരുടെ ധ്യാനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നാൾ ജീവിക്കണം, പക്ഷെ ആർക്കും വയസ്സുമാരും ഇഷ്ടമല്ല. ഭയങ്കര തമാശയല്ലേ? എല്ലാവർക്കും പ്രായമാകണം, എല്ലാവർക്കും കുറെ കാലം ജീവിക്കണം, പക്ഷെ ആർക്കും നമുക്ക് പ്രായമാകുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മുടെ ജീവിത യാത്രക്കാരാണ് നമ്മളൊക്കെ. നമ്മൾ പോകുന്ന വണ്ടിയുടെ പേര് സമയമാരത്. നമ്മൾ യാക്കോബിന്റെ ജീവിതത്തെ പറ്റിയാണ് ആദ്യം സുവിശേഷ പഴയ നിയമ പാഠത്തെ വായിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിത യാത്രക്കകത്ത് ഓരോ സ്ഥലത്തിനും അദ്ദേഹം ഓരോ പേരിട്ടാ പോകുന്നത്. വളരെ രസകരമായ ഒരു യാത്രക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ള അല്ലെങ്കിൽ ചില നഷ്ടങ്ങൾ ഇട വന്നപ്പോഴത്തേന് അദ്ദേഹം ആ സ്ഥലത്തിന്റെ പേരിട്ടു വിലാപവൃക്ഷം, അല്ലേൽ ബാഘു എന്ന് പേരിട്ടു. ജീവിതത്തിന്റെ എന്റെ ഒരു പ്രയാസമുള്ള കാലമായിരുന്നു ഇത് എന്ന് പറഞ്ഞു. ദൈവത്തെ കണ്ടുമുട്ടിയ കാലം വന്നപ്പോൾ അദ്ദേഹം ആ യാത്രയ്ക്ക് ആ സ്ഥലത്തിന്റെ പേരിട്ടു
ബദേൽ, എൽ ബദേൽ എന്ന് പേരിട്ട്. കാരണം ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയ ഇടമാണ്. ജീവിതത്തിലൊക്കെയും ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ പേരിടാൻ പോയാൽ ഓരോ സ്ഥലത്തിനും നമുക്ക് ഓരോ പേരുകൾ ഇങ്ങനെ സുന്ദരമായിട്ടിടാം അല്ലേ? ദൈവം എന്നെ നടത്തിയ സ്ഥലം, ദൈവം എന്നെ ബലപ്പെടുത്തിയ സ്ഥലം, ഞാൻ വീണുപോയ നേരം, ഞാൻ ഉയർത്തെഴുന്നേറ്റ നേരം, ദൈവം എന്റെ കൂടെ ഇരുന്ന നേരം. നമുക്കൊക്കെ ഇങ്ങനെ എന്തോരം പേരിടാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിന്. നമ്മൾ സ്ഥലം നോക്കേണ്ടത് സമയത്തിന്റെ രഥത്തിലാണ് നോക്കേണ്ടത്. ഇന്ന കാലത്തായിരുന്നപ്പോൾ എനിക്ക് ദൈവം നടത്തിയപ്പോൾ എനിക്ക് എന്ത് പേരാ ഇടാൻ പറ്റുന്നത്? ഈ ഒരു ബോധ്യമാണ് ഈ ജീവിതയാത്രയുടെ ഒരു ആത്മീയമായ സന്തോഷം. ഞാൻ പോകുന്ന ഈ യാത്രയൊക്കെയും ദൈവത്തിനോടൊപ്പമുള്ള ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണെന്നുള്ള ബോധവും അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ആത്മീയമായ വഴിത്തിരിവുകളെയുമാണ് ദൈവം നമ്മളിലൊക്കെ നോക്കുന്നത്. 23-ാം സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഇന്നലെ ഏകദേശം 2-3 മണിക്കൂർ നേരം ഒരു മനുഷ്യന്റെ ജീവിതം കണ്ടു. നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നമ്മളെ പോലെ തന്നെ ജീവിതയാത്ര നടത്തിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ ഏറ്റവും പരിമിതമായ ഒരു അപ്പന്റെ വീട്ടിൽ കളിച്ച് ചിരിച്ച് നടന്നൊരു മനുഷ്യനായിട്ടാണ് നമ്മൾ ആദ്യം കണ്ടത് അല്ലേ? അത്ര കളിച്ചിരികളുടെ ഇടയിൽ നിന്നാണ് ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ഏറ്റവും വലിയ വിഷമമുള്ള നേരമായിരുന്നു അദ്ദേഹത്തെ ഒരു ആട്ടിടയനായിട്ട് അപ്പം പറഞ്ഞു വിടുന്നത്. ആട്ടിടയനായിട്ട് അദ്ദേഹം ആ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചു. അതിനുശേഷം ഈ ആട്ടിടയന്റെ വൃത്തി തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെങ്കിലും അമ്മ ഒരുപാട് ധൈര്യപ്പെടുത്തി വിട്ടും നമ്മൾ ഇന്നലെ കണ്ടു. അവിടെ പഠിച്ച സ്കില്ലാണ് പിന്നീട് അടുത്തടുത്ത് ചെല്ലുമ്പോൾ ദൈവം ഏറ്റവും എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഒരു എന്താ പറയാ, ദൈവജനത്തിന് വെല്ലുവിളി ആയിരുന്നതിനെ തകർക്കാൻ ദൈവം ആ കൊടുത്ത ട്രെയിനിങ് ആണ് എല്ലാവർക്കും അനുഗ്രഹമായി മാറുന്നത്. ഗോലിയാത്തിന് ഒരു മല്ലം വീഴുന്നത് വളരെ ലളിതമായിരുന്നു. ആ ഒരു നാടകത്തിനിടയിൽ ആരോ പറഞ്ഞത് ഞാൻ കേട്ടു. അതായത് ദൈവം വാളുകൊണ്ട് മാത്രമല്ല യുദ്ധം നടത്തുമെന്ന് നിനക്ക് മനസ്സിലായില്ലേ ദാവീദ് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം ഇന്നലെ നമ്മളെല്ലാം കേട്ടതല്ലേ? അപ്പം അങ്ങനെ ഒരു വലിയ ഒരു അർത്ഥം ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം അവസാനം ഇസ്രായേലിന്റെ രാജാവായിട്ട് വരെ എത്തുന്ന വഴികൾ നോക്കുവാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. ചില നേരത്തെ അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു എന്തിനാ ദൈവം എന്നെയാണ് നിർത്തിയിരിക്കുന്നത്, ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താണ്, ഇങ്ങനെ നിലവിളിച്ച് കയറിയ നേരങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം കാഴ്ചക്കാരായ നമുക്കറിയായിരുന്നു, പേടിക്കണ്ട ദാവീദേ, പേടിക്കണ്ട, നീ ഇനി അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നീ എങ്കിൽ ദൈവത്തിന്റെ കാര്യങ്ങളിൽ അത് ഏറ്റവും ഉള്ളതായി തീരും. നമ്മുടെ ഉള്ളിങ്ങനെ ദാവീദിനോട് പറയാതെ പറയുന്നുണ്ടല്ലേ? അവിടുത്തെ നിലവിളിച്ച് കരയുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, പേടിക്കണ്ട, ഇത് കുറച്ചു നേരത്തേക്കല്ലേ ഉള്ളോ, നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നത്? അടുത്ത എപ്പിസോഡ് വരുമ്പം അടുത്ത ഘട്ടം മാറുമ്പോൾ ദാവീദേ നീ അത് ഏറ്റവും നന്നായിട്ട് വരുമെന്ന് നമുക്കറിയാം. ജീവിതയാത്രയില് നമുക്കൊക്കെയും ദൈവം തരുന്ന ഒരു ആത്മീയ പാഠങ്ങളിലൊന്ന് നമ്മൾ ദൈവത്തോടൊപ്പമുള്ള യാത്രയിലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ദാവീദിനോട് നല്ല ദൈവം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു അല്ലേ? ടു ബി വിത്ത് മീ, ടു ബി വിത്ത് മീ, എൻ്റെ കൂടെ ആയിരിക്കുക, എൻ്റെ കൂടെ ആയിരിക്കുക. ഈ ആത്മീയ യാത്രയില് തമ്പുരാനോടൊപ്പം ആയിരിക്കാൻ നമുക്കൊക്കെ സാധ്യമായി തീരണം. അപ്പൊ ദൈവം നമുക്ക് തരുന്ന 3 ഉറപ്പുകളാണ് ദാവീദ് അവിടെ വിളിച്ചു പറഞ്ഞത്. ഹി ഈസ് മൈ ഷെപ്പേർഡ്, അവനെന്റെ ഇടയനാണ്, എനിക്ക് ഏതാണോ ആവശ്യമുള്ളതിലേക്ക് അവനെന്നെ നയിക്കും. ഹി ഈസ് മൈ ഹോസ്റ്റ്, എൻ്റെ ഒരു അതിഥിയാണ്, എനിക്ക് ആവശ്യമുള്ളതൊക്കെ എനിക്ക് വിളമ്പി തരുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു അതിഥിയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു ഹി ഈസ് മൈ ഗസ്റ്റ്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഗസ്റ്റ് ആണ് എന്നെ ശുശ്രൂഷിക്കുന്ന ആളാണ്. ഹി ഈസ് മൈ ഗൈഡ്, എന്താ പറയുന്നത്, എനിക്ക് പോകേണ്ട വഴി കൂരിരുൾ നിറഞ്ഞതാണേലും എന്നെ അതിലൂടെ ഒക്കെ നടത്തുന്ന ഒരു കൈപിടിച്ച് നടത്തുന്ന ഒരു ഗൈഡാണ് ദൈവം. ഇതൊക്കെ ഇദ്ദേഹം പറയുമ്പോഴും നമുക്ക് ഇന്ന് തരുന്ന ദൈവം തരുന്ന ഉറപ്പ് അതിലും വലുതാണ്. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലാണ് അത് പറഞ്ഞെങ്കിൽ കർത്താവ് പറഞ്ഞതറിയാമോ? ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞാണ് കർത്താവ് നമ്മളെ മുമ്പിൽ നമ്മളെ പരിചയപ്പെടുന്നത്. ഒരു ഇടയനാണ് എന്ന് പറഞ്ഞതിനപ്പുറമായിട്ട് കർത്താവ് പറഞ്ഞിട്ട് ഞാൻ വാതിലാകുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ നൽകുന്ന നല്ലിടയനാകുന്നു എന്നാണ് കർത്താവ് നമുക്കോട് പറഞ്ഞത്. ഇത് എൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ നമ്മളൊരു പാലസ്തീൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലോട്ട് പോകണം. അവിടെ ഈ ആടുകളെ മേയ്ക്കുമ്പോൾ ആടുകളെ ഇങ്ങനെ കൂട്ടം കൂടി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ടെൻ്റടിച്ച് മുഴുവനായിട്ട് പൊതിഞ്ഞ് താമസിപ്പിക്കാൻ പറ്റത്തില്ല. നാളെ രാവിലെ പോകേണ്ടതാണ്. അപ്പം ഇടയന്മാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഈ ആടുകളെ എല്ലാം കയറ്റി നിർത്തി അതിനുള്ള കമ്പൊക്കെ നാട്ടി വേലി കൊണ്ടാണ്. എന്നിട്ട് ഈ വാതിൽ എന്ത് ചെയ്യുന്നറിയോ? നമ്മളീ പറഞ്ഞ വിജാഗിരിയും കുത്തിയും കൊടുത്തും ഒക്കെയുള്ള ഒരു വാതിൽ പണിയാനുള്ള സൗകര്യമോ സാഹചര്യമോ അല്ല. എന്ത് ചെയ്യും? ഇടയനെങ്കിൽ ഈ വാതിലായിരിക്കുന്ന സ്ഥലത്തൊക്കെ കിടക്കും. അപ്പൊ ഏതെങ്കിലും ആട് ചാടിപ്പോണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ജീവി അകത്തേക്ക് വരണമെങ്കിലും ഈ
ഇടയൻ അറിയാതെ പോകുന്നില്ല. അത്ര ശക്തമായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ആർക്കെങ്കിലും എൻ്റെ ആടിനെ തൊടണമെങ്കിൽ ആദ്യം ഇടയനെ പിടിക്കണം. അത്ര ശക്തമായ ഒരു ഉറപ്പാണ് തൻ്റെ ജനത്തിനെ തന്നെ ആശ്രയിക്കുന്ന ദൈവം നൽകിയത്. ഗുഡ് ഷെപ്പേർഡ്, ഞാനൊരു നല്ല ഇടയനാണ്. നമുക്ക് കൂടെയുള്ള നല്ല ഇടയനായ കർത്താവിനോടൊപ്പം നടപ്പാൻ നമുക്ക് ഒക്കെ ജീവിതത്തിൽ സാധ്യമായി തീരണം. ഇവിടെയൊക്കെ പ്രാർത്ഥനയാകേണ്ടതാണ്. കർത്താവെ, നിന്റെ നല്ല ഒരു കുഞ്ഞാടായിരിക്കാൻ, കർത്താവെ, ഓടിച്ചാടി നടക്കുന്ന ആളായിട്ടല്ല, നിന്നോടൊപ്പം നടപ്പാൻ എന്നെ സാധിക്കണമേ. ഇവിടെയൊക്കെ പ്രാർത്ഥനയാകേണ്ട ഒരു നേരമാണ്. ദൈവമേ, നീ എൻ്റെ ഇടയനാണെന്ന് ഞാൻ ഒരിക്കലും മറന്നു പോകരുത്. നീ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഒരിക്കലും ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഓടിപ്പോവുകയാണ്. അമ്മ പറഞ്ഞു, മോനെ പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയി ചെന്നപ്പോൾ ഇവൻ ആദ്യം കാണുന്നത് ഒരു കാട്ടുതീയാണ്. കാട്ടുതീ കണ്ടപ്പോഴേ ആട് പേടിച്ചു. കാരണം അവൻ കുഞ്ഞാടാണ്. അവന്റെ ജീവിതത്തിൽ ഇത്രയും ചൂടുള്ള ഒരു അന്തരീക്ഷം കണ്ടിട്ടില്ല. അവൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓടി. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെന്നത് നിൽക്കുന്നത് ഒരു ഈ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുന്ന എവിടെന്ന് വെച്ചാൽ ഒരു തോടിന്റെ സൈഡിലാണ്. അപ്പൊ അവിടെ വഴി അടഞ്ഞു. ഇനിയും മുന്നോട്ട് പോകാനുള്ളൊരു വഴി നമുക്ക് സൈഡൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു പച്ചപ്പ് കാണുന്നു. അങ്ങോട്ട് ഓടിപ്പിഴ കാണുന്നത് അവിടെ ആണെങ്കിൽ ഒരു സിംഹം നിൽക്കുക. ഒന്നും വേണ്ടിയില്ല. വെച്ച കാലം അതുപോലെ പെതുക്കെ പുറകോട്ട് സിംഹം പോലും അറിയാതെ എടുത്തു വെച്ച് പെതുക്കെ റിവേഴ്സ് കയറി വരുമ്പോഴാണ് ആരോ ഒരനക്കം അവിടെ കാണുന്നു. നോക്കുമ്പോൾ ഒരു വേട്ടക്കാരൻ നിൽക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 4 മൂലയ്ക്കൊന്നും ഇനി മുന്നോട്ട് ഒരു ചുവട് നീങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന ഒരവസ്ഥയല്ലേ? നമ്മുടെയൊക്കെ അനുഭവങ്ങളിലും അങ്ങനെ ഒരു വിഷയം ഉണ്ടാകാം. പക്ഷെ ആ നേരത്തെ ഈ ആടിന്റെ കഥ പറഞ്ഞത് അപ്പൊ അമ്മയെ വിളിച്ചെന്നുള്ളതാണ്. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് പ്രാർത്ഥിച്ചെന്നുള്ളതാണ് ഈ കഥയില്. ദൈവമേ, ഈ നേരത്തെ നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റും. ഈ ആട് മുട്ട ഉടയ്ക്കുന്നതായിട്ട് തീർന്നു, എല്ലാം അവസാനിച്ചു. പക്ഷെ തമ്പുരാന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. പക്ഷെ ഇത് പ്രാർത്ഥിച്ച് തീർന്നതും വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചു. പെട്ടെന്നൊരു ഇടി വെട്ടിയതും ഈ അമ്പുമായിട്ടിരുന്ന വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് അത് നേരെ സിംഹത്തിന്റെ അടുത്തേക്ക് വിട്ടു. ഇത് കൊണ്ടതും വേട്ടക്കാരൻ പേടിച്ചോടി. കാരണം ദിശ തെറ്റിപ്പോയതാണ്. സിംഹം 4 വഴിക്ക് ചെതറി ഓടി. ഈ ഇടിയുടെ പുറകെ മഴ വന്നപ്പോഴത്തേന് ആ ഉണ്ടായിരുന്ന തീയെല്ലാം കെട്ടുപോയി. ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളിൽ നിന്ന് കരകയറാൻ ചില നിമിഷങ്ങൾ മതി. ചിലപ്പോൾ നമ്മുടെ യുക്തിയിൽ നമ്മൾ കാണുന്നില്ല അടുത്ത നേരത്ത് തമ്പുരാൻ പ്രവർത്തിക്കാൻ പോകുന്ന വലിയ അത്ഭുതം എന്താണ്. പക്ഷേ നമുക്ക് ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മളെ നയിക്കുന്ന ഇടയനില് നമ്മൾ ആശ്രയിച്ച് നടക്കുക എന്നുള്ളതാണ്. ചിലപ്പം ഇരുട്ടുള്ള വഴി കൂടെ ആയിരിക്കും നമ്മൾ പോകേണ്ടി വരുന്നത്. പക്ഷേ അതിനപ്പുറം നമ്മളെ നടത്തുവാൻ ദൈവത്തിന്റെ കരങ്ങൾ ബലം എന്നുള്ളത് ബോധ്യമാണ് ഈ ലോകത്ത് നമ്മളൊക്കെ ബലപ്പെടുത്തേണ്ടത്. ഈ പ്രഭാതത്തില് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിനെ ഇടയനായിട്ട് സ്വീകരിപ്പാൻ, നമ്മുടെ നാഥനായിട്ട് സമർപ്പിക്കാൻ നമുക്കൊക്കെ സാധ്യമാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതയാത്രയിൽ ഞങ്ങളുടെ ഇടയനായി ഞങ്ങളെ നടത്തുന്ന ദൈവമേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് തരുന്ന ഓരോ അവസരങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഈ ഒരു അറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ ബലപ്പെടുവാൻ, നിന്നിൽ ആശ്രയിച്ച് ബലത്തോടെ നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്ര നിന്നിലേക്ക് എത്തുന്നതാണെന്നും നിന്റെ കൂടെ ഉള്ളതാണെന്നും ഞങ്ങൾ അറിയുന്നു. ഞങ്ങളൊപ്പമായിരിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ചുറ്റുപാടിലും നിന്റെ സാന്നിധ്യം പങ്കുവെച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസം ഞങ്ങളെ ഉറപ്പിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. അറിയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്ര. എൻ്റെ അമ്മ വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ ആളായിരുന്നു. കാരണം 1957 എനിക്ക് 2 വയസ്സുള്ളപ്പോൾ അമ്മയും ഞാനുമായിട്ട് മണിമലയാറ്റിൽ വീണു. ദൈവം മാത്രമാണ് രക്ഷിച്ചത്. അന്ന് മുതൽ അമ്മ കാണുന്നവരോടെല്ലാം പറയും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്.
അത് വലിയൊരു സംഭവമാണ്. അത് ദൈവം രക്ഷിച്ചു. അതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട്. അത് അമ്മ ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. വളരെ ഹൃദയസ്പർശിയായിട്ട് ആണ് എനിക്ക് അത് മനസ്സിലാക്കുന്നത്. ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ പിടിപ്പിച്ചു. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിതം എന്തെങ്കിലും ചെയ്യണം, ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന രീതിയിൽ ജീവിതം ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം ഇടയാക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ഷൈനി. ഞങ്ങൾ അബുദാബിയിലായിരുന്ന സമയത്താണ് ഞാൻ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതൊരു ഡിസംബറിൽ. അതൊരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. വളരെ മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. 2-3 മാസം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലായിരുന്നു. അന്ന് മക്കൾ 2 പേര് കൊച്ചു പിള്ളേർ. പുറത്തൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങളും എല്ലാം കൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എങ്ങനെ അതൊക്കെ നടത്തും എന്ന് ഞാൻ ഇപ്പം ആലോചിക്കുമ്പം എനിക്ക് ഒരു കാര്യം വ്യക്തമാണ്. അന്ന് എൻ്റെ എൻ്റെ മദറിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയാണെങ്കിലും ആ പ്രാർത്ഥനയുടെ ശക്തി ഒരു ബ്ലാങ്കറ്റ് പോലെ ഞങ്ങളിലുണ്ടായിരുന്നത്. എവിടുന്നാണ് ശക്തി വരുന്നതെന്നുള്ള കാര്യം കാണുന്നവർക്ക് അത്ഭുതമായിരുന്നു എന്നെ കാണുമ്പോൾ. കാരണം സെൻചാനെ കൊണ്ട് നാട്ടിൽ പോകാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം ആ ഡിസിഷൻ മാറ്റുന്നു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ആ ഡിസിഷൻ വരുന്നു, അയ്യോ ഇവിടെ പറ്റുന്നില്ല, നമുക്ക് നാട്ടിൽ കൊണ്ടുപോകണം. അപ്പോൾ പിന്നെ എല്ലാം പാക്ക് ചെയ്യുന്നു. വീട് റെന്റിന് എടുത്തിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണം. എൻ്റെ ജോലിയുടെ കാര്യം, സെൻചാൻ്റെ ജോലിയുടെ സെറ്റിൽമെന്റ്, അങ്ങനെ 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 100 പ്രശ്നങ്ങൾ. എങ്ങനെ അതൊക്കെ പക്ഷെങ്കിൽ എന്നെ കാണുന്നവരെ വിചാരിക്കും എങ്ങനെ ഈ ഷൈനി ഇങ്ങനെ നിൽക്കുന്നേ. പക്ഷെങ്കിൽ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തം, ഈ ഒരുപാട് ആൾക്കാർ പല രാജ്യത്ത് പല കോണ്ടിനെന്റിൽ ഇരുന്ന് പ്രാർത്ഥിച്ച കാരണം ആ ശക്തി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വളരെ പ്രശ്നങ്ങൾ വരുന്ന ഉടനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും കിട്ടാറില്ല നമ്മുടെ പ്രശ്നങ്ങളുടെ ബാഹുല്യം നിമിത്തം. ഒരു പ്രാവശ്യം നാട്ടിൽ നിന്ന് മമ്മി വിളിച്ചപ്പോൾ മമ്മിയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല മമ്മി. മമ്മി എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കണ്ട, നീ ദൈവത്തിന് സ്തോത്രം പറ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പ്രശ്നങ്ങളൊന്നും പ്രൊഫഷനല്ല. ഞാൻ കാലിൻ്റെയൊക്കെ ആക്സിഡന്റിന് ശേഷമുള്ള ആ പ്രശ്നങ്ങൾ, ദൈവമേ ഈ മഞ്ഞും മലയൊക്കെ ഉള്ള ഈ രാജ്യത്ത് എങ്ങനെ ജോലി ഉണ്ടാവും എന്നൊക്കെ വളരെയധികം ഭാരം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ ദൈവം അത്ഭുതകരമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നു കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പം ഈ ഗാൽവസ്റ്റണിൽ ഒരു ഓപ്പണിങ് ന്യൂസ് പേപ്പറിൽ കൂടെ കാണുകയും എൻ്റെ ജോലിയുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു അത്. അവിടെ ഇന്റർവ്യൂവിന് പോയി, അവിടെ അപ്പോയിന്റ് ചെയ്തു. അന്ന് ഈ സണ്ണിച്ചായനാണ് ഞങ്ങളെ കൊണ്ടുപോയത് അവിടെ. അപ്പോൾ സണ്ണിച്ചായന് പറഞ്ഞു, ഏതായാലും ഗാൽവസ്റ്റൺ പോകുന്നതല്ലേ, ഗാൽവസ്റ്റൺ കാണാൻ പറ്റുമല്ലേ, ഞാനും കൂടെ വാ എന്ന് പറഞ്ഞ് ഞാൻ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ ആ മാനേജർ ഒരു പുതിയ കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. പുള്ളിയുടെ ഡെൻവറിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഗാൽവസ്റ്റണിൽ. ഞാൻ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പോകാറൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാനൊരു സെക്രട്ടറിയെ നോക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് മീ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. എത്രയാണ് സാലറി എന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ ഒരേ ദിവസം ജോലിക്ക് കയറി. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ട് ജീവിതം നമ്മളെ ഇന്ന് വരെ നടത്തുന്നു. ദൈവം തരുന്ന ഓരോ നന്മകൾക്കായിട്ട് 100,000 നന്ദി പറയുന്നു. ഇത് തന്നെയാണ് എൻ്റെ സാക്ഷ്യം. നല്ല ഫുഡ് വീട്ടിൽ നിന്ന് കിട്ടിയാലും, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പൊടിച്ചായൻ്റെ ഒരു കടയുണ്ട്. അവിടുത്തെ ഒരു ബോണ്ടയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അത്ര രുചികരമായ ബോണ്ടയാണ്. വീട്ടിൽ നിന്ന് എത്ര കഴിച്ചാലും ഞങ്ങൾ ആദ്യം കോളേജിലോട്ട് പോകുമ്പോൾ ആദ്യം പൊടിച്ചാൻ്റെ വീട്ടിൽ കയറി, പൊടിച്ചാൻ്റെ വീടില്ല, പൊടിച്ചാൻ്റെ ഹോട്ടലിൽ കയറി ബോണ്ട കഴിച്ചിട്ട് പിന്നെ ക്ലാസ്സിലോട്ട് പോകാറുള്ളൂ.
അത് നല്ല വളരെ എൻ്റെ സഹധർമ്മിണിയെ ഞാൻ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രി അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. ഞാൻ മിണ്ടിയിട്ടില്ല, അന്നേരം അതാണ് ഏറ്റവും വലിയ രസം. ഞാൻ എൻ്റെ ക്ലാസ്സിന് മുമ്പിൽ കൂടെ പോകുന്ന കാണാം, പക്ഷെ ഐ നെവർ ടോക്ക് വിത്ത് ഹർ ആക്ച്വലി വെൻ ഐ വാസ് അറ്റ് ദ കോളേജ്. ദിസ് ഈസ് ഓൾ അബൌട്ട് തിരുവല്ല. എൻ്റെ പേര് ആന ഫിലിപ്പ്. ഞാനൊരു കോട്ടയം സ്വദേശിയാണ്. പിന്നെ തിരുവല്ലയിലേക്ക് കല്യാണം കഴിച്ചു. എൻ്റെ കോട്ടയം എന്ന് പറഞ്ഞാൽ ഫുൾ ടൗണിലാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ഉള്ളട സ്ഥലങ്ങളൊക്കെ വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ട് ലൈഫിൽ. പക്ഷേ ഫുൾ ടൗണിൽ വളർന്ന ആളാണ്. തിരുനക്കര മൈതാനത്തിന് നേരെ ഓപ്പോസിറ്റ് കളരിക്ക ബസാർ, അവിടെ ആയിരുന്നു എൻ്റെ പപ്പയുടെ ബിസിനസ്. അപ്പം എൻ്റെ മെമ്മറി മുഴുവൻ ആ ഭാഗത്തുള്ള കടകളും കല്ലുപാലം ലാഡ്സ് എല്ലാം ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സ് പാറയ്ക്കൽ ടീ കമ്പനിയിലെ പാറയ്ക്കലെ ബേബിയുടെ മോളാണ് ഞാൻ. അപ്പം എൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ബെയ്ച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയ്ച്ചാൻ്റെ മോളാണ്. അപ്പം നമുക്ക് എല്ലാവരും ഇങ്ങനെ കയറാൻ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അപ്പം ഞാൻ മനസ്സിലോർത്തിട്ടുണ്ട് ഇവരുടെ കാര്യം തന്നെ, ബിക്കോസ് ഈ ഡൊണേറ്റഡ് ടു തിരുനക്കര മൈതാനം ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ മെമ്മറി ആയിരുന്നു തിരുനക്കര മൈതാനം. അവിടുത്തെ എക്സിബിഷൻസും നമ്മുടെ ഒരു ഭാഗ്യനാഥ് അന്നുണ്ടെങ്കിൽ മാജിക് ഒക്കെ കാണിക്കുന്നു. പിന്നെ എൻ്റെ മെമ്മറി അവിടുത്തെ ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് റിക്ഷയിലാണ് സ്കൂളിൽ പോകുന്നത് കൊച്ചിലെ. അന്ന് കാറൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ ലക്ഷറി ആയിട്ട്. അപ്പം റിക്ഷയിൽ ആ ഒരു റിക്ഷാവാലയുണ്ട്. അതല്ലെങ്കിൽ എന്ത് സ്കൂൾ വരെ ഞങ്ങളെ കൊണ്ടുപോകും. ബേക്കർ സ്കൂളിലാണ് പഠിച്ചത്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിസ്ത്യൻ സ്കൂൾ ആൻഡ് CSI സ്കൂൾ ആൻഡ് ഐ ഗോട്ട് ട്രെയിൻ ദെയർ. അപ്പോൾ 2.5 വയസ്സ് തൊട്ട് ഞാനിങ്ങനെ സ്കൂളിൽ പോയിരുന്ന ആളാണ്. 5 വയസ്സ് വരെ എന്നെ ഒരേ ക്ലാസ്സിൽ ഇരുത്തി. 5 വയസ്സാകാതെ അടുത്ത ക്ലാസ്സിലോട്ട് കയറ്റുകയില്ല. അതുകൊണ്ട് ഐ സ്റ്റഡീഡ് ഏർലി ബൈ സിറ്റിംഗ് ഇൻ ദ സ്മോളസ്റ്റ് യങ് സ്കൂൾ. എൻ്റെ മെമ്മറി അന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ നല്ല ഏത്തക്കാപ്പ് ഉണ്ടാക്കി വെക്കും. ഏത്തക്കാപ്പത്തിൻ്റെ രുചിയും പിന്നെ അവിടുത്തെ പൊറോട്ട ഇറച്ചി പിന്നെ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ. അവിടെ കുറേ തമിഴിയൻസ് ആൻഡ് സേഠിയാരുടെ കടകളുണ്ട്. അവിടെ എല്ലാം ഈവനിങ്ങിൽ ഞാൻ അപ്പായുടെ കളരിക്ക് ബസാറിൽ പോയിട്ട് കടകളിലെല്ലാം പോയി ഭക്ഷണം കഴിക്കും. ഈവനിങ് എന്നാലും ഒരു ഔട്ടിങ്. പിന്നെ മെമ്മറി അവിടെ ഒരു ലക്ഷ്മി നിവാസ് ഉണ്ട്. അവിടുത്തെ ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും. പിന്നെ ശീമാട്ടിയുണ്ട്. ശീമാട്ടിയിലെ കൊച്ചു ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പം ഞങ്ങൾ ശീമാട്ടിയിൽ അകടെങ്കിൽ ഇറങ്ങി ആ കൊച്ചിൻ്റെ വീട്ടിൽ മാത്രം എന്നെ കളിക്കാൻ വിടുമായിരുന്നു അപ്പ. ഇവിടുത്തെ ബീന, ശീമാട്ടിയിലെ ബീന. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ എൻ്റെ പഴയ ഗുഡ് ഓൾഡ് മെമ്മറീസ് ആണ്. അന്നേരം അവിടെ ആയിരുന്നു ഏറ്റവും വലിയ തിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ കുറേ തിയേറ്റേഴ്സ് ആയത്. അപ്പം സിനിമ കാണുക ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഹോബിയായിരുന്നു. സെക്കൻഡ് ഷോയ്ക്കാണ് കൂടുതൽ പോയിരുന്നത്. അതിന് അപ്പ ജോലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ നല്ല നല്ല മെമ്മറീസ് ആണ്. ഐ സ്റ്റിൽ മിസ് ഇറ്റ്. താങ്ക് യു. ഒരു 2 ലൈൻ പാടാവോ? 2 ലൈൻ പാടാവോ? ഒരു 2 ലൈൻ പാടും. ഞങ്ങൾ തന്നെ ഒരു പാട്ടുണ്ടാക്കുമായിരുന്നു. ലക്ഷ്മി നിവാസി പോണമെന്ന് പറയുന്നത്. ലക്ഷ്മി നിവാസ്, ലക്ഷ്മി നിവാസ്, ലക്ഷ്മി നിവാസ്, ലക്ഷ്മി നിവാസ്. പിന്നെ അപ്പോഴോട് പറയും ബെസ്റ്റ് ഹോട്ടലിൽ കൊണ്ടുപോകണം. ബെസ്റ്റ് ഹോട്ടൽ, ബെസ്റ്റ് ഹോട്ടൽ. ഇങ്ങനെ ഞങ്ങൾ കൊച്ചുങ്ങളെല്ലാം കൂടെ പാടും. അപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകണം, പബ്സ് തിന്നണം. അപ്പോൾ ആ പാട്ട് പോലെ ഇന്നത്തേക്ക്. താങ്ക് യു. ലിസി ഞാനത് അയച്ചിട്ടുണ്ടേ. നോക്കാം, ഒന്നുകൂടെ നോക്കാം. ഏതെങ്കിലും അത് ഇംഗ്ലീഷ് വെർഷൻ അത്ര ഇതായില്ല. ഇംഗ്ലീഷ് വെർഷൻ ഉണ്ടോ? അത് റോ അയച്ചു തരാം. ആ റോ അയച്ചു തരാം. എന്നെ വിളിച്ചാൽ മതി. ഈ ആഴ്ച വിളിച്ചാൽ മതി. കാലിന് വേറെ ഇങ്ങനത്തെ ഒന്നും വെക്കാൻ പറ്റില്ലേ നമുക്ക് ഇങ്ങനെ